ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുട്ടി ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ ക്രിസ്മസ് പരിപാടിക്കൊക്കെ പോകാൻ പോകണവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഇപ്പോൾ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്തു, കണ്ണിലൊരു പണ്ടാര ലെൻസൊക്കെ വാരി വെച്ചിട്ടുണ്ട്. സോ അപ്പം എനിക്ക് കുറച്ചേ കാണോ, എനിക്ക് ചില സമയത്ത് ലെൻസ് വയ്ക്കുമ്പോൾ എനിക്ക് വിഷൻ ബ്ലറാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പകുതി കഴിച്ച് വെച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കണത്. സോ ആദ്യം തന്നെ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി സ്കിന്ന് ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് വച്ചേക്കാണ്. അതിനുശേഷം ഞാനൊരു ഫൗണ്ടേഷൻ, ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ലിങ്ക് ടാഗും ചെയ്ത് കൊടുത്തേക്കാം ആൻഡ് ഓൾസോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി നൈസ് ഫൗണ്ടേഷൻ, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് മതി. അപ്പോൾ കളർ കറക്റ്ററോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പം എല്ലാവരും സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് ലുക്കുമാണ് തന്നെ എന്തെങ്കിലുമൊക്കെ ഹെവി ഫങ്ഷൻ വരുമ്പോഴത്തേക്കാണ്. പിന്നെ ലെൻസ് കണ്ടുകൂടാത്തത് ഗൈസ്, എനിക്ക് ചില സമയത്ത് ലെൻസ് വയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കണ്ണിന് എനിക്ക് വിഷൻ ഭയങ്കര ബ്ലർഡായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. കവിളിലും മൂക്കിലും താടിയുടെ തുമ്പത്തൊക്കെ ഘോരമായിട്ട് വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് എല്ലാം ഭയങ്കര സിമ്പിൾ ലൈറ്റായിട്ടാണ്. ഇപ്പോൾ ലെൻസ് തന്നെ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു എമണ്ട ലുക്കാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ഒരുങ്ങിയ ആൾക്കാർ പോകുന്നു. ഓഫ് കോഴ്സ് ഗൈസ് പോവും. പക്ഷേ എനിക്ക് പണ്ട് ഈ സംഭവം കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുങ്ങി പോകുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇച്ചിരി കോളേജിലൊന്ന് കാലം ഒന്ന് പുറകിലോട്ട് പോയിരുന്നെങ്കിൽ കുറച്ച് ബ്ലഷൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഈ എൻ്റെ ഹുഡ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇരിക്കുന്നത്. അതിൽ ആ 2 കളേഴ്സും പിന്നെ ഒരു കുറച്ചുകൂടെ ഡാർക്ക് കളറൂടെ 3 കൂടെ മിശ്രിതം പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തിന് പറയണം, കണ്ണൊന്ന് കണ്ണിൻ്റെ ക്രീസിൽ കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭയങ്കര സട്ടിലായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ടും ചെയ്തിരിക്കുക. പിന്നെ ലെൻസ് കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇത്രയും ഓവർ മേക്കപ്പ്. ആക്ച്വലി ഇത് ഓവർ മേക്കപ്പ് അല്ല, ഇത് സിമ്പിൾ മേക്കപ്പാണ്. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത് ഞാൻ ഒരു കാജൽ എടുത്തിട്ട് കണ്ണൊന്ന് നല്ലപോലെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കും. ടൈറ്റ് ലൈൻ വെച്ചാൽ ആ കണ്ണിൻ്റെ പീലിയില്ല, ആ കൺപീലിയിൽ അവിടെ നല്ലൊരു ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ണിനൊരു ജീർണിച്ച ലുക്കങ്ങ് പോയിട്ട് കണ്ണിനൊരു ഉണർവും ഓജസ്സും തേജസ്സും ആവും കണ്ണിന്. കണ്ടോ, ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇരുന്ന എക്സ്പ്രഷൻ. ഞാനിങ്ങനെ നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് വന്ന് സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് എനിക്ക് എക്സ്പ്രഷൻ വരും. അതെൻ്റെ നേച്ചറാണ്, എൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. അതിനുശേഷം ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ആംഗുലർ ബ്രഷ് ഉണ്ട്, അതെടുത്ത് വെച്ചിട്ട് കണ്ണിൽ ചെറുതായിട്ടൊരു വിങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ വിങ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മണ്ടേ കൂടെ ഐലൈനർ വരച്ചെടുക്കുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ലുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നൈസാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അല്ലാതെയും ചെയ്യാം നിങ്ങൾക്കെന്ന് വെച്ചാൽ അത്. അപ്പം ഞാൻ എൻ്റെ ഒരു മാച്ച് തയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരും. കാരണം എനിക്ക് വിങ്ങിടാൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പം ന്യൂ ജെന്നിൻ്റെ വിങ്ങിടാൻ എനിക്ക് ഇച്ചിരി പാടാണ്. ഓൾഡ് ജനറേഷൻ്റെ വിങ് എനിക്ക് കുഴപ്പമില്ല, 90s വിങ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ന്യൂ ജെന്നിൻ്റെ വിങ് ഇച്ചിരി സീനാണ്, നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് ശീലിക്കുന്നുണ്ട്. നാടോടുമ്പോൾ നമ്മൾ നടുവേ കയറി നോടണമെന്നാണല്ലോ. സോ അങ്ങനെ എന്തായാലും ഓക്കെ, വീണ്ടും എക്സ്പ്രഷൻ, ഓവർ റിയാക്ടിങ്, ഓവർ ക്യൂൺ. ഓക്കെ, നമുക്കിതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഇതാ കോർണേഴ്സിൽ ഞാൻ എഗെയിൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വിടുന്നത്. അപ്പോൾ കണ്ണ് നല്ലൊരു പൂച്ചക്കണ്ണ് പോലെ ഇരിക്കും. ഈജിപ്തിലേക്ക് ആൾക്കാർ പൂച്ചക്കണ്ണില്ലേ, ശരിയല്ലേ. പണ്ട് മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് കണക്ക് കണ്ണെഴുതും. സോ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഇപ്പം ഈ സംസാരിച്ചപ്പോഴാണ് കൈസ് എനിക്ക് ഓർമ്മ വന്നത്. സോ അത് നല്ലപോലെ കോർപ്പിച്ച് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയൊരു സംതൃപ്തിയൊക്കെ വരും. യെസ്, ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നേരത്തെ കോണ്ടോർ ചെയ്യാൻ എങ്ങനെ ഷെയ്ഡ് എടുത്തോ അതേപോലെ എടുത്ത് താഴെയും കൂടെ നല്ലപോലെ ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഗെയിൻ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഓരോരോ മൊണാൾട്ടുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഹുഡ ബ്യൂട്ടിയുടെ ഡബിൾ സൈഡ് വരുന്ന മസ്കാരയാണ്. ഒരു സൈഡ് നമുക്ക് കേൾ ചെയ്യാനും മറ്റേ സൈഡ് നമുക്ക് വോളിയം തരാനും വേണ്ടിയിട്ടാണ് മസ്കാര ഇടുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ നല്ലപോലെ കേൾ ചെയ്ത് മേലോട്ട് ഇങ്ങനെ മെറിച്ച് വയ്ക്കുകയാണ്. എങ്കിലല്ല മറ്റേ സൈഡിൽ സൂപ്പറായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. സോ ഗൈസ്, അപ്പം ഞാൻ കണ്ണ് നല്ലപോലെ സ്ഫുടതയോടെ, അതായത് ഓരോ എൻ്റെ കൺപീലികളും എണീറ്റിരിക്കണം. സീരിയസ്ലി എനിക്കിപ്പം നല്ല കൺപീലിയുണ്ട്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല. എങ്ങനെ എനിക്ക് ഈ കൺപീലി വന്നെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാൻ കണ്ണിലൊരു സിറ ഇടാനോ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഫുഡ് കഴിക്കണേൻ്റെയൊക്കെ ആണോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല വേറൊന്നും ആവാൻ ചാൻസ് ഇല്ല. എനിക്കിപ്പം നല്ല കൺപീലിയോളെന്ന് ഞാൻ തന്നെ അതിശയം.
എനിക്കങ്ങനെ പിൻപീലി വളർന്നേന്നുള്ളത്. സോ ഞാൻ കൺപീലിയിൽ അതെല്ലാം കൂടെ ഒപ്പി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക്കും. ഇത് ഇപ്പോൾ 300 റുപ്പീസിന് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. നൈസാണ് ഈ ലിപ്സ്റ്റിക്ക്. അന്ന് ഇച്ചിരി ഡ്രൈയിങ് ഉണ്ട്, കാരണം എൻ്റെ ഓൾറെഡി ഡ്രൈ ലിപ്സ് ഡ്രൈയിങ് നേച്ചറാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ്. സോ അതുകൊണ്ടായിരിക്കാം നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചാലും നമുക്ക് ആദ്യം കിട്ടുന്ന സാധനത്തിനോട് നമുക്ക് ഒടുക്കത്തെ പ്രേമമായിരിക്കുമല്ലോ. ആ പ്രേമമാണ് ഗൈസ് എനിക്ക് വെറ്റ് ആൻഡ് വൈൽഡിനോടുള്ളത്. ഓക്കെ, അധികം പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല. സോ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ അറിയുന്നത് എൻ്റെ പിരികത്തിൽ മൊണാൾട്ട് ഞാൻ കാണിച്ചു വെച്ചില്ല. അവിടെ ഞാനൊരു ആർച്ച് വരച്ച് വെച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. പിന്നെ പാക്കിൻ്റെ ഐബ്രോ സെറ്റ് എടുത്തിട്ട് അപ്പം തന്നെ പിരികത്തിൽ ഞാൻ മറ്റെന്തൊരു സാധനത്തിൽ വരച്ചു കൊടുത്തു. ഒരു പോലെ വരയ്ക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ചോദിക്കും മൈക്രോ ബ്ലേഡിങ് ചെയ്തില്ല, ഇതൊക്കെ എന്തിനാണ് വരയ്ക്കുന്നത്? നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷനൊക്കെ ഇട്ടു. അപ്പം കണ്ട ഞാൻ എക്സ്പ്രസ് ഷർട്ടൊക്കെ ഇങ്ങനെയൊക്കെ പാടുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയൂ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഞാനൊരു ഹാപ്പി മൂഡായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആകുമ്പോൾ എൻ്റെ മാനറോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവാകും, ഹൈപ്പർ ആക്റ്റീവായിട്ട് ഭയങ്കര വിരിവിരിപ്പിയാവും, ഒരു വിരിവിരുത്ത പെങ്കൊച്ചാവും ഞാൻ. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഓവർ ആക്ടിങ്ങും ഇതൊക്കെ ആയിട്ട് തോന്നും. കാരണം ഓരോരുത്തരുടെ മാനറോസ് അതാണ്. ഓക്കെ, അത് മനസ്സിലാവത്തുള്ളൂ. അത് നമ്മൾ നേരിട്ടാണ് അത് നേരിട്ട് നിങ്ങൾ ഒരു ഈശ്വര മുതുക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര ഐബ്രോസ് വലിയ കൊടുത്തു. പിന്നെ കാതിൽ കുറേ കമ്മലുള്ളതുകൊണ്ട് തന്നെ താഴെ ഒരു കമ്മലിൻ്റെ ഇട്ട് ഞാൻ നിറച്ച് കൊടുത്തു. ഒരു ചെറിയ വെള്ള സ്റ്റഡാണ് കേട്ടോ ഇട്ട് കൊടുത്ത്. പിന്നെ ഒരു വെള്ള പൊട്ടൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു വെച്ചാൽ എന്തിട്ട് പറയണം, പൊട്ടൂടെ വെച്ച് കൊടുത്ത്. സോ ഇതാണ് ഗൈസ് ലുക്ക്. പിന്നെ ഞാൻ എന്തിന് ഈ സ്കാർഫ് ഇട്ടു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. പള്ളിയിൽ പോകാൻ തോന്നിയിട്ടാണോ വെച്ചാൽ അങ്ങനെയും ചോദിക്കരുത്. എന്തോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ആ സ്കാർഫ് അങ്ങ് ഇട്ട് കൊടുത്ത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇനി സ്കാർഫ് ഇട്ട് കുറച്ച് നേരം നമുക്ക് ക്യൂട്ട്നെസ് ഓവർലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെൻസ്, ഐബ്രോ, മസ്കാര എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഓൾസോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗും ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ നോക്കാം. ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി ചുമ്മാ വീട്ടിൽ ഇരിക്കാനല്ലേ പുറത്തോട്ടൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.